ഞാൻ കഷ്ടപ്പെട്ട് എഴുതിക്കൊണ്ടിരുന്ന ഇത്ര നേരമായിട്ട് അമ്മ എനിക്ക് മൈൻഡ് വരാന്നുണ്ട്. ഗ്യാങ് ഫണ്ട് തരാൻ ഞാൻ സെക്കൻഡ് വിളിക്കുന്നു. എടാ എല്ലാരും താഴെ പോയി നിന്നടാ, ഇതിനകത്ത് ഇരിക്കലടാ, താഴെ പോയി നിന്നടാ എല്ലാരും. ഈ പോച്ചക്കട താഴെ പോയി എല്ലാരും, താഴെ പോ ചെല്. സെക്കൻഡ് എത്രയും പെട്ടെന്ന് വന്ന് ഗ്യാങ് ഫണ്ട് തരണ്ടാണ്. ഫ്രണ്ടിലോട്ട് വാ, സെക്കൻഡ് വാ. വാർച്ചാറ്റ് നോക്ക്. വാർച്ചാറ്റിൽ എന്താ? വെൽക്കം ബാക്ക് വക്രി. ടിജെ വക്രി. വക്രി ആരാ? ടിജെയുടെ വക്രി കുഞ്ഞ് അരിലോട്ടെ. പറടാ. എന്താ 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 എന്താ? അതല്ല അതല്ല അയ്യോ അവളുടെ മൊത്തം എന്താ ആദ്യം ഒരു പിക്കപ്പിൽ പിക്കപ്പില് ഇതുപോലെ ഇരിക്കണം. അതായത് നിന്നെ കാണാൻ പൂസ്, നീ വരുമ്പോ മാസ് തരാൻ ഞാൻ കിസ്, ഇതുപോലെയൊക്കെ ഇരിക്കണം. സ്വന്തമായിട്ട് എഴുതിയതായിരിക്കണം. ഇത് ഞാൻ അരമണിക്കൂറോടെ ചെയ്താണ്. ഡയറ്റിന് മുന്നേ യുദ്ധം, ഓണത്തിന് മുന്നേ അത്തം, ഞാൻ തരട്ടെ നിനക്കൊരു മുത്തം. കൊള്ളാണ്. നൈസാണ് അത്, നൈസാണ്. ഞാൻ ഇതുവരെ കേട്ടില്ല. അതെ. ഇനി പൈസ എത്ര ഉണ്ട്? അക്സെപ്റ്റബിൾ ആണ്. ഇത് അക്സെപ്റ്റബിൾ ആണ്. 70 CR. കറക്റ്റ് 70 CR ഉള്ളൂ. 342. അത് പോരല്ലോടെ. അതല്ല അത് മതി വിചാരിച്ച്. അല്ല ഞാൻ പറഞ്ഞല്ലോടെ, ഏറ്റവും കൂടുതൽ വലിയൊരു സമ്മാനം ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. അത് ഓൾറെഡി എനിക്കൊരു സമ്മാനം കിട്ടി. പിന്നെ എന്തിനാ വേറെ സമ്മാനം? എന്താണ് സമ്മാനം? അല്ല തരാന്ന് പറഞ്ഞായിരുന്നു. അധികം തരത്തില്ല. അത് കാരണം ഞാൻ ഗ്രൈൻഡ് ചെയ്യാണ്ടിരുന്ന. ആണല്ലേ? എന്തിനായിരുന്നു നിനക്ക് സമ്മാനം തരാന്ന് പറഞ്ഞേ? 3 ദിവസം കൊണ്ട് ലെവല് കംപ്ലീറ്റ് ആക്കിയതിന്. ട്രക്കിന്റെ ഓക്കെ അധികം തരാം. ഓക്കെ 342 കേട്ടോ. ഓക്കെ മുമ്പിൽ കേറിക്കാം. അതെ. എന്തൊക്കെ പിന്നെ എല്ലാം ചെയ്തു, എല്ലാ ജോബും ചെയ്തിട്ടുണ്ട്. നിന്റെ പേരെന്തായിരുന്നു? സെക്കൻഡ്. സെക്കൻഡ് നീയായിരുന്നാ? കുറച്ചുകൂടി ഇങ്ങനെ തന്നെയായിരുന്നു. ഗ്യാങ് സസ്പെൻഷൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നതുകൊണ്ട് നിനക്ക് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ്. അപ്പൊ സെക്കൻഡ് താങ്ക് യു പോയിട്ടോ. പിന്നെ ഇൻസൾട്ട് ചെയ്യേണ്ടത് ഇൻസൾട്ട് ചെയ്യും, അതല്ല നീക്ക് പഠിക്കുള്ളൂ. അടുത്തത് അപ്പൊ നമ്മുടെ സെക്കൻഡ് 70 CR. അപ്പൊ അടുത്തതായിട്ട് ഞാൻ നമ്മുടെ സാവേജിനെ വിളിക്കുന്നു. സാവേജ് വാ. ഹലോ പറ സാവേജ്. പറയട്ടെ. ഓ കൊക്കക്കോള, പെപ്സി, വാസോണ്ടൻ, സെക്സി. അത് പോരാ. ഒന്നുകൂടി കാണാം. 3 ലൈൻ വേണോടാ. ഇതെന്ത് പറയാണ്? കൊക്കക്കോള സെക്സി, വാസോണ്ടൻ സെക്സി. ഇതിപ്പോ നോർമലി പറയുന്ന പോലെ ഇത് അത് ശരിക്കുള്ള കാര്യം. ഒന്നുകൂടി പഠിച്ചിട്ടാ. അതായത് ഇപ്പം വേണമെങ്കിൽ കൊക്കക്കോള സെക്സി, വാസോണ്ടൻ. ഞങ്ങള് വേറൊരു ടാസ്ക് തരാം. ഞങ്ങൾ പറഞ്ഞതിന് പരസ്പരം എന്തെല്ലാം റിപ്ലൈ പറയണം. ഓക്കെ ഫുഡ് കഴിച്ചോടാ? ഞങ്ങൾ പറഞ്ഞതിന് പരസ്പരം എന്തെല്ലാം റിപ്ലൈ പറയണം. ഓക്കെ ഫുഡ് കഴിച്ചോടാ? എന്തോ എടാ അതല്ലടാ, അതായത് എടാ ഫുഡ് കഴിച്ചാ? എനിക്കില്ലെന്ന് മനസ്സിൽ പറഞ്ഞുള്ളൂ. ഫുഡ് കഴിച്ചാ? എടാ ഫുഡ് കഴിച്ചാ? ആലോചിക്കരുത്. കാര്യമില്ല. എടാ പരസ്പരം ബന്ധമില്ലാതെ പറയണ. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഫുഡ് കഴിച്ചാ മനസ്സിലായി പക്ഷെ പെട്ടെന്ന് മനസ്സിൽ ഒന്നുകൂടി ചോദിക്കാം. അടുത്ത ചോദിക്കാം.
കഴിഞ്ഞ ടർഫ് വിളിച്ചായിരുന്നോ? ഇത് തെക്കിന്റെ ദേവരല്ലേ? വാസവ സുന്ദരല്ലേ? എത്ര പിക്ക് എടുത്ത് ടർഫില്? എടാ അതിന് ഉത്തരം പറഞ്ഞില്ല അവൻ. എത്ര പിക്ക് എടുത്ത് ടർഫില്? സെക്കൻഡ് ഒരു കൊണ്ടൻ ആരാ സെക്കൻഡ് ആണാ? സ്നൈപ്പ്. സ്നൈപ്പ് കൊണ്ടുവരാണാ? നീയോ? ഞാനല്ല. ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞല്ലോ വാസുവേ. ഫെയിലായി. നമ്മൾ കുറച്ച് ട്രിക്കിയാണ്. ട്രിക്കിയാണ് കേട്ടാ. ഫെയിലായ എത്ര കോടി ഉണ്ട് കയ്യില്? അപ്പൊ 75. അപ്പൊ 80 തന്നോ? 80 ചന്ദ്രൻ 250 സിയർ പറഞ്ഞോ? അണ്ണാ എവന്മാര് കുറച്ച് ഫണ്ടിട്ടായിരുന്നു. അപ്പൊ 75 മേടിച്ചാൽ. ആ ഓക്കെ കണ്ടുപിടിക്കുക ഞാൻ പറയൂല. എടാ 342 ഇട്ടോ. ഓക്കെ കണ്ടുപിടിക്കാം. ഓക്കെ കിട്ടിയാണോ? കിട്ടി. ഓക്കെ TVS Savage 75 കോടി. അടുത്തതായി ദ OG സിഗ്മ മെസ് ബോയ്. ഹലോ ഹലോ വസണ എന്താണ് 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 ഇതല്ലേ ഗ്യാങ് പട്ടല്ലേ? ഗ്യാങ്പട്ടല്ല. ആദ്യം വിജയ് ആദ്യം ഇത് വേണം. പിക്കപ്പ് ലൈൻ. പിക്കപ്പ് ലൈൻ. ഇംഗ്ലീഷ് മതി. ഇംഗ്ലീഷ്. ഓ ഇഷ്ടമുള്ള. ഓക്കെ ഡു യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഹിസ്റ്ററി? നോ. ഹിസ്റ്ററി ഈസ് പാസ്റ്റ്, യു ഈസ് മൈ ഫ്യൂച്ചർ. ചന്ദ്ര മനസ്സിലായോ? ചന്ദ്ര മെസ്ബോയ്. അതെ. ഒന്നൂടെ പറയടാ. ഒന്നൂടെ പറയാം. ഞാൻ ഒരു കണക്ക് എഴുതുമായിരുന്നു ഈ കാശ് കൊണ്ട് തരുന്നവരെ. പറയാം. ഡു യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഹിസ്റ്ററി? ഞാൻ ഞങ്ങളാണ് ക്വസ്റ്റ്യൻ കേൾക്കണം എന്റെ അടുത്ത്. എന്തിനു അണ്ണാ ഇതെന്താ? വേണ്ട അടുത്ത വേറെ വേറെ. നീ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണോ? മലബാർ ഗോൾഡൻ മലയാണോ? മലവാളമാണോന്ന് ചോദിക്കുന്നവരുണ്ടല്ലോടാ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആണോ അതോ? Because there is where beauty meets quality. അയ്യോ വേണ്ട. പിക്കപ്പ് ലൈൻ വേണ്ട. ചന്ദ്ര മറ്റേ ടാസ്ക് കൊടുത്തു ചന്ദ്ര. ഇത് എടാ ഞങ്ങള് നിന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നീ പരസ്പര ബന്ധമല്ലാതെ സംസാരിക്കും. ഇപ്പൊ എക്സാമ്പിൾ അതായത് ചിന്തിക്കാതെ ഒരു മിനിറ്റ് നമ്മളോട് സംസാരിച്ചാൽ മതി. 1 മിനിറ്റ്. 1 മിനിറ്റ്. 1 മിനിറ്റ് നിനക്ക് 3 പ്രാവശ്യം മൂലല്ലോ ഒറ്റ ചാൻസേ ഉള്ളൂ. ഇത് തെറ്റി കഴിഞ്ഞാൽ 5 കോടി എക്സ്ട്രാ. 5 കോടി തെറ്റി കഴിഞ്ഞാൽ 5 കോടി എക്സ്ട്രാ തരേണ്ടി വരും. ഓക്കെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കണം. 1 മിനിറ്റ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നീ കഴിച്ചോന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പറയണം. മനസ്സിലായി? അത് ഇല്ലാന്നല്ല ഉത്തരം പറയണ്ട. ഞാൻ ഇന്ന് പോയില്ല അങ്ങനെയൊക്കെ വേണം പറയാൻ. മനസ്സിലായില്ലേ? ഓക്കെ അപ്പൊ തുടങ്ങാം. സുഖമാണോ? അപ്പാപ്പ സുന്ദര. അപ്പിട്ടോ അപ്പാപ്പന്റെ പ്രായം കൂടി വരുന്നുണ്ട്. എവിടെ വയസ്സായി? എത്ര വയസ്സായി? അപ്പാപ്പന്റെ പ്രായം അത്ര. തെറ്റിപ്പോയേ. എന്റെ വയസ്സിൽ ചോദിച്ചേ. ശരി 2 ചാൻസ് തരാം. അല്ല 2 ചാൻസ് തരാം. ആ തലയിലെത്ര മുടിയുണ്ട്? സാവേജ് കൊണ്ടുവരാം. സാവേജ് അപ്പാപ്പ സൂപ്പറാ. അതെന്താ അപ്പാപ്പ സൂപ്പർ എന്ന് പറഞ്ഞേ? പ്രായം വരുന്നില്ലേ? ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? അപ്പിട്ടോ? നാളെ. എത്ര വർഷം? ചിക്കൻ കറിയും ഞാനും. ചിക്കൻ കറി വേറെ, ചിക്കനും കറി വേറെ പിടിച്ചില്ല. ഫുട്ബോൾ കളിക്കാൻ പോണം. എത്ര നേരം? മെസ്സിയാണോ റൊണാൾഡോ ആണോ ഇഷ്ടം? വിരാട് കോഹ്ലി. ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ബില്ലിയാർഡ്സ് കൂടുതൽ താല്പര്യം. ആൻസർ പറഞ്ഞല്ലോ, കറക്റ്റല്ലേ പറഞ്ഞല്ലോ. 5 കോടി എക്സ്ട്രാ തരണേ. 5 കോടി 342. 5 കോടി എടുത്തിട്ട് പറഞ്ഞു. എടുത്തിട്ട് വരണം. ഇപ്പൊ 70 മതിയോ? ഇപ്പൊ ഉള്ളതാ.
ടാസ്കിൽ തോക്കുന്ന ആൾക്കാർ 5 കോടി എക്സ്ട്രാ തരണേ. 342 കിട്ടിയോ? കിട്ടി. TVMS ബോയ് 70 കോടി 70 കോടി 70 കോടി. അടുത്തത് SRK വാ. വെയിറ്റ് ഫോർ മുച്ചിറിയ. SRK ഫസ്റ്റ് കോൾ. എന്തോ ആയിട്ട് വരുന്നേ. ആ പറഞ്ഞോ. എന്താ പിക്കപ്പ് ലൈൻ. അണ്ണാ കാലിയിടാൻ ചെരുപ്പ്, സാമ്പാർ വെക്കാൻ പരിപ്പ്, അണ്ണനെ കാണുമ്പോ എന്റെ നെഞ്ചിലൊരു തരിപ്പ്. കൂടി പോയ തരിപ്പ്. ഇത് ചെവിക്കൊരു പെരുപ്പ്. വേണ്ടിട്ട് ആ കാലത്ത് പറഞ്ഞ പ്ലേനാണിത്. ഏകദേശം 80s ഒന്നുകൂടി പറഞ്ഞ വാസന്റെ ഒന്നുകൂടി പറഞ്ഞ ഒരു പറയോ. കാലിയിടാൻ ചെരുപ്പ് ചന്ദ്രു. കാലയുടെ ചെരുപ്പ്, സാമ്പാർ വെപ്പ്, സാമ്പാർ വെക്കാൻ പരിപ്പ്. അണ്ണനെ കാണുമ്പോ നെഞ്ചിലൊരു തരിപ്പ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരു ചോദ്യം ചോദിക്കും, പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ പറയാം. 1 മിനിറ്റ് ഞങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തിന് ഒരു ബന്ധമില്ലാത്ത ഉത്തരം പറയണം. ഓക്കെ? എടാ കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ടിവിയിൽ ഗ്യാങ് സസ്പെൻഷൻ കിട്ടി. ഇവൻ മേടിച്ചു തന്നത് ഈ ചന്ദ്രൻ, അത് ശരിയാണോ? ഇല്ലണ്ണ, അത് ശുദ്ധ തെണ്ടിത്തരമാണ്. 5 കോടി. ഇല്ലണ്ണ എന്താ അല്ല തെറ്റി, നീ ഓപ്ഷൻ അല്ല. ഇല്ല ഞാൻ മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞു എന്നെ മറുപടി പറയരുതല്ലേ. അയ്യോ അണ്ണാ ഞാൻ നിനക്ക് അതിന്റെ ഇടയ്ക്ക് മാസം അടിക്കാന്ന് പറ്റൂല. 5 കോടി എക്സ്ട്രാ തന്നേക്ക്. തന്നിട്ട് ഇത് AFK ആയോ? ചന്ദ്ര നിന്റെ പേരെന്താ? ചോദ്യം ചോദിക്കണം. നിന്റെ പേരെന്താ? നിന്റെ സുഖം സാർക്ക്. ഹലോ, ഇവ AFK ആയോ? വിണ്ടോ നല്ലല്ലേ പറഞ്ഞേ, ഉത്തരം പറയരുതെന്ന്. കറക്റ്റല്ലേ? 5 കോടി വെച്ചിട്ട് നോക്കോ. 5 കോടി വെച്ചിട്ട് നോക്കോ. എടാ വാണപ്പാ ഇപ്പൊ നീ സംസാരിക്കില്ലെന്ന് ചോദിച്ചില്ലേ? മറുപടി നീ പറഞ്ഞില്ലേ? ജസ്റ്റ് നീ ഒന്നോട് സംസാരിച്ച അങ്ങനെ ഒന്ന്. ചന്ദ്ര സുഖമാണോ? സുഖമല്ല, സുഖമല്ല ഊമ്പ് നിന്നെ കൊണ്ട് എത്ര നാളായി TV വന്നിട്ട്? നാളെ പള്ളിയിൽ പോണം. കേട്ടില്ലേ? സോറി, അതാ ചിലപ്പോ തൂറിട്ട് വന്നേ ഉള്ളൂ. ആണല്ലേ? കഴിഞ്ഞ മാസം എന്താ ലീവ് എടുത്തേ? കൊച്ചിന് 2 വയസ്സായി. നാളെ വരുവോ? ഇല്ല ഇല്ല വാസവനെ, ഞാൻ എയർപോർട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. സൂപ്പർ. അവിടെ പോയി മെയിനായി ഇതിന് പറ്റിയ എന്താന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇത് വാസവൻ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു. എന്റെ 3ാമത്തെ ഉത്തരം എന്താണെന്ന് അറിയാവോ? ഞാൻ എറണാകുളത്തോട്ട് വരുവാന്ന്. വാസവൻ ചോദിച്ച ചോദ്യം എന്തുവാ? നാളെ വരുവാന്ന്. ഞാനും പറയാൻ ഉദ്ദേശിച്ചായിരുന്നു എന്റെ ഉത്തരം. ഫൈനൽ ചാൻസ്. ചന്ദ്രനെ ഇപ്പൊ PD ഹോസ്റ്റേജ് ആയിട്ട് എടുത്തോണ്ട് പോവാണെങ്കിൽ എന്ത് ചെയ്യും? ടൂറാൻ പോകും. കൊതക്കീറൂല അങ്ങനെയാണെങ്കിൽ മൈരെ. പ്രാക്ടീസ് ചെയ്യാൻ പോകണ. പ്രാക്ടീസ് ചെയ്യും. എത്ര നാളായിട്ട് RP കളിക്കുന്നുണ്ട്? അണ്ണാ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായിണ്ണ. ഇഷ്ടപ്പെട്ട പ്ലെയർ റൊണാൾഡോ. എന്താ റൊണാൾഡോ ഇഷ്ടപ്പെടാൻ കാരണം? നന്നായിട്ട് തൂത്തുവാരിട്ട് കിടന്നുറങ്ങും. ഇതിപ്പോ ഞാൻ കയ്യില് 70 കോടി എടുത്തോളല്ലോ. നോട്ട് പാഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന്
342 തന്നോ. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ചന്ദ്ര. ഇത് അണ്ണാ കിട്ടിയോണ്ണാ. ഓക്കെ TVSRK 70 കോടി ടാസ്ക് ഫെയിൽഡ്. വാസവനെ അണ്ണാ പോട്ടെ അണ്ണാ. വേറെ ഐഡിയ കൂടെ കിട്ടിയിട്ടുണ്ട്. വാസവനെ നമുക്ക് ഇവർക്കൊരു അവസരം കൊടുക്കണം. ഒരു വട്ടം തിരിച്ച 5 കോടി. പക്ഷെ നമ്മൾ രണ്ടാമതൊരു അവസരം കൊടുക്കും. ആ അവസരത്തിൽ അവർ ജയിച്ചാൽ അവർ 5 കോടി തരണ്ട. പക്ഷെ ആ അവസരം പോയി കഴിഞ്ഞാൽ 5 എന്നുള്ളത് 10 ആവും. അയ്യോ അത് വലിയ പ്രശ്നമാവും പാപ്പ. പിന്നെ വേണ്ട നമുക്ക് ഒരു ചാൻസ് കൊടുത്തിട്ട് മറ്റേ ഇത് കൊടുക്കാം. അത് ആദ്യത്തെ സെറ്റ്, രണ്ടാമത് വേണ്ട. ആണോ? പോട്ടെ. എന്തായിരുന്നു നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങള് മറ്റേ നീകനെ കാണാൻ വേണ്ടിട്ട്. ഓക്കെ. അടുത്തതായി സ്റ്റീവ്. സ്റ്റീവേ ഓ അണ്ണാ ഗാങ് ഫണ്ട് ഗാങ് ഫണ്ട് വേണ്ട. അതിന് മുമ്പ് പിക്കപ്പ് ലൈൻ. അണ്ണ നോക്കി പറട്ടെ എന്നാ. അതെ എന്നെ നോക്കി പറ. ഹേ വാസുവണ്ണൻ, കഴിക്കാനുണ്ട് ബ്രെഡ്, കിടക്കാനുണ്ട് ബെഡ്, നിന്നെ കണ്ടപ്പോൾ ഞാൻ ഡെഡ്. നൈസ്. 10-5 ഉള്ളൂ. അണ്ണ ചന്ദ്രൻ ഈ കോണ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പെൺപിള്ളേർക്കും പറയാനൊക്കെ. അപ്പൊ അടുത്തൊരു രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാല് ഞങ്ങൾ നിന്നോട് സംസാരിക്കും. പരസ്പര ബന്ധമില്ലാത്ത റിപ്ലൈ പറയണം. ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ പറയുന്നതായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പൊ ഞാൻ ചോറ് കഴിച്ചു അല്ലെങ്കിൽ യെസ് എന്നോ എന്ത് പറഞ്ഞാലും ഔട്ടാണ്. അതുമായിട്ട് നമ്മൾ പറയണതായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായി. ടിവിയിലോട്ട് രണ്ടാമത് വരാനുള്ള കാരണം എന്താ? ചിമ്പാൻസി കാട്ടിലുണ്ട്. കാട്ടിൽ എന്തിനാ ചിമ്പാൻസി പോയത്? അപ്പുറത്തെ വീട്ടിലെ പട്ടി കുറയ്ക്കുന്നു. പട്ടിയോ? അസുഖം വന്നാ ഹോസ്പിറ്റലിൽ പോണം. ഏത് ഹോസ്പിറ്റൽ? സൺറൈസിലാണോ അതോ ആസ്റ്ററിലോ? നാളെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്. എത്ര മണിക്കാ? കഴിക്കാൻ ചോറ് മതി. എത്ര റൗണ്ട് ഇടണം ചോറ്? പറക്കാനാണെങ്കിൽ ചിറകിന്റെ ആവശ്യമേ ഉള്ളൂ. എത്ര ദൂരം പറ്റും? ചോറുണ്ട്. എന്തോ കേട്ടില്ല. കാക്ക പറക്കുന്നു. കാക്ക പറക്കുന്നു. വെള്ളക്കാക്കയാ കറുത്ത കാക്കയാ? 69ാമത്തെ പൊസിഷൻ. ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ മുടിയിലെ കളർ അടിച്ച എന്താടാ? അണ്ണനെ കാണാൻ നല്ല രസമുണ്ട്. കേക്കുന്നില്ല? ഹലോ ഉച്ചക്ക് ചോറ് കഴിച്ചു. ഹലോ കേക്കാവോ? കേക്കാം. എന്താ കഴിച്ച ചോറിന്റെ കൂടെ? ചോറിനോട് എന്താ കഴിച്ചേ? ഒരുപാട് സമയം ആലോചിക്കുന്നുണ്ട്. ശരിയല്ല. ഓ എന്നെ ഇത് ഞാൻ കേട്ടില്ലേ, ഒന്നും പറയോ? പിടിച്ചു വാസവനെ. ഇപ്പൊ കേക്കാവോ? ഓൾറെഡി പാസ്ഡ്. ഒരു മിനിറ്റ് ആയി. 342 ഫണ്ട് തട്ടോ. പൈസ ഈ ടാസ്ക് ആദ്യമായിട്ടാണ് അയാൾ ജയിക്കണത് ഇത്രയും ഫ്ലോലെസ് ആയിട്ട്. അത്രേ ഉള്ളു. 1 2 3 4 ലക്ഷം കോടി. എന്റെ ഫുഡ് വാങ്ങിക്കാൻ പോലും പൈസ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റീവ് നമ്മള് ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് വന്നതെങ്കിലും 78 കോടി രൂപ വന്നിട്ടുണ്ട്. സ്റ്റീവ് 78 CR. ടാസ്ക് പാസ്ഡ്. അടുത്തതായി മന്ദാരം. എന്താടാ ചിരിക്കുന്നേ? ഒന്നുമില്ലാണ് ചിരിക്കാൻ ഇവിടെ ആരെ തുണി വെച്ചിട്ടിരിക്കണം? ഹൗ ഡെയർ യു?
How dare you? ഞാൻ How old are you? ഗ്യാങ് ഫണ്ട് കളക്ട് How old are you? ഗ്രൈൻഡ് How old are you? Are you dumb? എന്താ ചന്ദ്രൻ എന്ത് പറ്റി? How old are you? നിനക്ക് ഡിലേ ഉണ്ടോ ചന്ദ്ര? അവൻ 21. പറയുന്നില്ല ഇവൻ റെസ്പോൺസീവ് അല്ല ഒട്ടും. ഞാൻ പിക്കപ്പ് ലൈൻ പറ. ലൈൻ അണ്ണാ കടയിലുണ്ട് മഞ്ച്, കടലിലുണ്ട് കൊഞ്ച്, തരട്ടെ ഒരു ഫ്രഞ്ച്. തന്നോ ചന്ദ്ര അടി കിട്ടുമല്ലോ. നീ തന്നിട്ട് പോയത്. ഇത് എന്ത് ഇത് 10-2 ഭയങ്കര മോശം. മന്ദാരത്തിന്റെ സൈഡിൽ ഞാൻ ഇത്ര ഇതൊന്നും അല്ല എക്സ്പെക്ട് ചെയ്തത്. ഞാൻ മന്ദാരം ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും എഴുതിക്കൊണ്ടൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ. അണ്ണ പ്രതീക്ഷ പോയി. ഇനി രണ്ടാമത്തെ ടാസ്ക് നമ്പർ 2. ഡിപ്രഷനിലായോണ്ടാണ്. പുസിക്കാറ്റ് പറയില്ല നന്നായിട്ട്. അയാൾക്ക് പറയാൻ പറ്റിയൊരു ഇതുണ്ട്. നമ്മള് സംസാരിക്കും, പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ തിരിച്ച് സംസാരിക്കണം. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് യാതൊരു ഇതും ഉണ്ടാവാൻ പാടില്ല പറയുന്നതിന്. യെസ് ഓർ നോ പറയാനും പാടില്ല. ഞാൻ ചോദിക്കാം ക്വസ്റ്റ്യൻസ്. ചന്ദ്ര തുടങ്ങിക്കോ. കേക്കാ നിനക്ക്? ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ആർക്ക്? ആരുടെ ബർത്ത്ഡേ? ആനിവേഴ്സറി. ആനിവേഴ്സറി ആരുടെന്ന്? കട ഉദ്ഘാടനം. നീ കഴിച്ചെന്ന്? അപ്പിട്ട്. എന്താ കഴിച്ചേ? നല്ലോണം പോയി. അപ്പിയുടെ കാര്യം മാത്രം പറയണ എന്തിനാണ്? ആറിയിട്ട് വണ്ടി ഓടിച്ച്. എന്ത് ഏതാണ് വണ്ടി മോഡൽ? ഏതാ? ആലോചിക്കാൻ പാടില്ലേ? ആലോചിക്കാൻ പാടില്ലേ? പച്ചപ്പല്ല്. ഒരു സെക്കൻഡ് കഴിഞ്ഞു. നീലാകാശം. ഒരു സെക്കൻഡ് കഴിഞ്ഞാട്ടാ. ഇത് ഭയങ്കര ഡിലേ ആണ്. ഇപ്പൊ പറഞ്ഞു നമ്മൾ ഇട്ട് വെക്കാം. നീ ഇപ്പൊ പറഞ്ഞു, നമ്മൾ പറഞ്ഞ ഇട്ടല്ലേ പറഞ്ഞു. നീ ഇപ്പൊ റെഡിയാണോ? നീ റെഡിയാണോ? ടിവിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും? നിന്നെ കോലീഡർ ആക്കിയ ടിവിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും? കളക്കാൻ പോവും. ടി വിയിലായിട്ട് ഇഷ്ടപ്പെട്ട ഔട്ട് 5 ചേർത്ത് തരണേ. ഡിലേ 70 കോടിയല്ലേ അണ്ണാ? 1000 MSC കളിക്കണവൻ. 70 കോടിയല്ലേ? 5 കോടി. പിന്നെ ഇത് പെനാൽറ്റി ആരടയ്ക്കും അപ്പൊ? അണ്ണാ എനിക്ക് 65 പാട്ട് പാടിയണ്ടേ? പാട്ട് പാടിയുണ്ടോ? മ്യൂസിക് ഇസ് ദ നെയിം ഓഫ് ലവ് ലവ്. ആ പാട്ട് ശരി. എന്നാ 70 കോടി. ഇല്ല, ടി വിയിലായി ഏറ്റവും ഇഷ്ടപ്പെട്ടാരെ? ചന്ദ്രൻ. 5 കോടി തന്നിട്ട് പോയ നീ. എന്നാലും വാസവന്റെ പേര് പറഞ്ഞില്ല കേട്ടോ. അത് വാസന. ചന്ദ്ര വേറെ കാര്യം അറിഞ്ഞോ? ആ, പയ്യൻ ഓസിയില് കാർ മേടിക്കാൻ പോവാ. കൊറേ പൈസ കൺഗ്രാറ്റ്സ് മന്ദാരം. അറിഞ്ഞില്ല. ഏതാ പുതിയ കാറാണോ? പോടാ. ശരിക്കും ചോദിക്കട്ടെ, കൊടുക്കുന്നോ നീ? ഇവിടെ എത്ര കാശ്? എന്താ ചന്ദ്ര? പൈസ ഇട്ടായിരുന്നോ? ഞാൻ ഇടയ്ക്ക് ഒരു വെച്ചപ്പോ ഞാൻ ലോണിന് എലിജിബിൾ അല്ലെന്നാണ് പറയുന്നവര്. അപ്പൊ മന്ദാരം ടാസ്ക് ഫെയിൽഡ്. 70 CR. എല്ലാവർക്കും ഡിപ്രഷനിലായി പോയണ്ട. ഞാൻ eligible അല്ലെന്നാണ് ലോണിന്. ജുഗ്രു. നീ മാത്രല്ല ചന്ദ്ര, ഞാനും. ഇവൻ അത്യാവശ്യം നല്ല പിക്കപ്പ് ലൈൻസ് ഒരുപാട് അറിയാവുന്ന ആളാ. ജുഗ്രു മോബിയാണ്. അത് മോബിയാണ്. ചുമ്മാ ആദ്യം പിക്കപ്പ് ലൈൻ പറ. റൊമാൻറ്റിക് ആണോ? എങ്ങനെ വേണം? നിന്റെ ഇഷ്ടം. അതൊക്കെ നിന്റെ ഇഷ്ടമാണ് ജുഗ്രു. കൊറേ കളക്ഷൻ ഇല്ലേ? അതില് ഏറ്റവും നല്ല ഇംഗ്ലീഷിലുണ്ട് AB, എന്റെ ബാഗ് സ്കൂബി, നെക്സ്റ്റ് പറഞ്ഞാൽ നീ എന്റെ ബേബി. ശരി, അത് നിന്റെ കൊച്ചിന്. ഇനി വാസവന് പറ്റിയ പറഞ്ഞേ.
ഒരെണ്ണോടെ വാസവന്റെ മുഖത്തിന് പറ്റിയത് പറയണേ. അടാ എഴുതിയാ? ആ ഒരെണ്ണോടെ പറ കേക്കട്ടെ. അത് ഇച്ചിരി ലോയാ. ആ. മഞ്ഞുണ്ടെങ്കിൽ വിന്റർ, വെയിലുണ്ടെങ്കിൽ സമ്മർ, തരുമോ നിന്റെ നമ്പർ? വാസവനെ എഴുതി വെച്ചു ഇവ കൊള്ളാം. ഇവരെ കൂടെ ഇതൊക്കെ അതൊക്കെ ഞാൻ പിക്കപ്പ് ലൈൻ ഒന്നും പറയാൻ പോയിട്ടില്ല. ചന്ദ്രനാക്കി നോട്ട് ചെയ്യണേ. എഴുതി വെച്ചില്ല ഇംഗ്ലീഷിലുണ്ട് AB, ഞാൻ നിനക്ക് സ്കൂബി, നീ എന്റെ ബേബി. ഇല്ല നമുക്ക് സെക്കൻഡ് ടാസ്ക് കൊടുക്കണ്ടാടാ. യെസ് പറഞ്ഞാ നീ എന്റെ വേറെ ആരും ഇത്രയും കിടലും പിക്കപ്പ് ലൈൻ പറഞ്ഞിട്ടില്ല. പൈസ തന്നു എത്ര വെച്ച് തന്നു? നീ യെസ് പറഞ്ഞാ നീ എസ് പറഞ്ഞാൽ നീ എനിക്ക് ബേബി. പിക്കപ്പ് ലൈൻ എന്നാ കിട്ടിയേ? ജുഗുറു 70 കോടി 70 കോടി 70 കോടി ടാസ്ക് പാസ്. പോട്ടെയാണ്. പോട്ടെ. OG Sigma LX2 please come. സുഖം പറ. എന്താ ഐ ലവ് യു എന്ന് പറ. എടാ ഒരാൾ പോലും നമ്മള് പറയാതെ ഒരാൾ പോലും പറഞ്ഞില്ലല്ലേ? ഇല്ല എന്താ അടിച്ചു വിട്ടോ? അവനെ ഞാൻ ഇപ്പൊ അടിച്ചു വിടും ഗ്യാങ്കോസിന്റെ ഫ്രണ്ടിൽ നിന്ന്. ആ പറഞ്ഞോ. നിനക്കൊണ്ടൊരു താടി, നമ്മൾ നല്ലൊരു ജോഡി, നീയാകുമോ എൻ പിള്ളേരുടെ ഡാഡി. അയ്യേ ഇവരാള് വേറെ. അതെനിക്ക് ഇഷ്ടപ്പെടാം. സ്റ്റാർട്ടിങ് കൊള്ളാം. നീ എനിക്ക് നിനക്കൊണ്ടൊരു താടി, അത് കൊള്ളാം. ആ ഒരു ഇത് കൊള്ളാം. എനിക്കറിയാം അണ്ണൻ ഇംപ്രസ് ആവുന്നത്. ഒരെണ്ണോടെ പറയോ? നീ ആളൊരു മാസ്, നിനക്കുണ്ടൊരു ഫാൻസ്, എനിക്കുണ്ടോ ഒരു ചാൻസ്. TV കൊള്ളാം. അക്സെപ്റ്റബിൾ ആണ്. ഒരു 10 8 പറഞ്ഞിട്ടോ നിനക്കൊണ്ടൊരു താടി, നിനക്കുണ്ടൊരു താടി, നമ്മൾ നല്ലൊരു ജോഡി, നീയാകുമോ എൻ പിള്ളേരുടെ ഡാഡി. പ്രശ്നം അതേപറ്റി കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. ടാസ്ക് നമ്പർ 2 ഇത് അത്ര ഇംപ്രസീവ് അല്ല. ഞങ്ങളോട് സംസാരിക്കുന്നതിന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഉത്തരം പറയണം. ഓക്കെ. TV കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നാളെ ഒരു ക്യൂബ് വാങ്ങണം. ക്യൂബ് എന്തിനാ? മൂലത്ത് വെക്കാനാ? ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നു കഴിഞ്ഞാൽ. കണ്ണാടി കൊള്ളാല്ലേ? ഏത് ഇപ്പൊ വെച്ചിരിക്കുന്ന കണ്ണാടിയാണോ? നിക്കറ് മാറണം. ഇല്ല ഇത് കൊള്ളാം, കുഴപ്പമില്ല, നല്ല നിക്കറാണല്ലോ. ടാറ്റു വേറെ അടിക്കണം. ഈ ടാറ്റു കൊള്ളാടാ, കുഴപ്പമില്ല. അണ്ണനെ കാണാൻ എന്ത് ലുക്കല്ലേ? അതെല്ലാരും പറയാറുണ്ട്. ചന്ദ്രൻ എന്താ ഇങ്ങനെ? എങ്ങനെയാടാ? അപ്പാപ്പനെ കാണാൻ ഒരു ഗുമ്മില്ലാട്ടാ. അത് ശരിയാടാ, അപ്പാപ്പനെ കാണാൻ ഒരു ഗുമ്മില്ല. ഒരു വണ്ടി എടുക്കണ്ടേ അണ്ണാ നാളെ? എനിക്ക് ഓൾറെഡി ഉണ്ടോ, 3 ഉണ്ട്. ഓക്കെ അണ്ണാ. എല്ലാം കറക്റ്റായിരുന്നേ. അവനെന്നെ അറപ്പിച്ച്, അവനെന്ന് പറഞ്ഞിരിക്കുന്നു, അവനെന്നെ അറപ്പിച്ച്. ബ്രോ ഇവിടെ നിന്ന് ക്ലിയർ ആണ്, ഗ്യാങ് സിറ്റുവേഷൻ നടക്കാം. അവിടെ വരെ എല്ലാം കറക്റ്റ് ആയിരുന്നേ. പിന്നെ കുറച്ച് നന്നായിട്ട് സംസാരിച്ച് പിടിച്ചിരുന്നോണ്ട് ഞാൻ വിട്ടു. 342.
ഒരെണ്ണം തരണോ? ബ്രോ ഇവിടെ കിട്ടിയോ? നമുക്ക് നമ്മളിവിടെ കിട്ടി 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 അർജന്റീനയിലാണോ? ആ ഓക്കെ. കിട്ടി അവ ഓക്കെ LX2 ടാസ്ക് പാസ്റ്റ് 70 CR 70 CR 70 CR. പോയിട്ട് വരാണോ? ഓക്കെ പോയിട്ട് കുഴപ്പമില്ല. അടുത്തത് കണ്ണാപ്പി. മാനം കാത്തല്ലോടാ നീ. എന്തായാലും ഞാൻ ദേവരാ ഇപ്പൊ പോമേ. കണ്ണാപ്പി ഫസ്റ്റ് കോൾ. ചത്തുപോയാ ചത്തുപോയാ നീ എന്ന് പറഞ്ഞു നിക്കാന്ന് പറഞ്ഞിട്ട് അതാ നമ്മള് ഇത് നിങ്ങളുടെ ഇത് കണ്ടോണ്ട് ഇവിടെ നിന്നുപോയി. ബ്രോ സംസാരിക്കും മാറി നിന്ന് സംസാരിക്കും ബ്രോ. സിറ്റുവേഷൻ ചെയ്തോണ്ടിരിക്കുക അതിനിടയ്ക്ക് ഓക്കെ ഇന്റർഫിയർ. ഓക്കെ. ആ കണ്ണാപ്പി അയലിട്ട ചട്ടി കടിച്ചോണ്ട് പോയി പട്ടി നീ എൻ കുട്ടി. എടാ നിന്നോട് ഞാൻ സംസാരിക്കാൻ വന്നല്ലേ, അപ്പൊ തന്നെ നീ എന്നെ പട്ടിക്കഴുറ പോലെ വിളിക്കണത് പോലെ എനിക്ക് കേട്ടത് ഫീൽ ചെയ്തത്. അയ്യോ അയ്യോ അല്ല അല്ല ഞാൻ സംസാരിക്കാനുണ്ടാ ഞാൻ പിന്നെ വന്നപ്പോഴേ പറഞ്ഞു തന്നില്ലേ പിക്കപ്പില്. വേറൊരാളെ പറ കേക്കട്ടെ. വേറെ ചന്ദ്രനുള്ളൊരു സ്പെഷ്യൽ ഉണ്ടോ? ഇച്ചിരി ഒപ്പത്തി വേണേ. പെട്രോൾ അടിക്കാൻ പമ്പ്, മരത്തിലുണ്ട് കൊമ്പ്, ചന്ദ്രൻ കുനിഞ്ഞിരുന്ന് നോമ്പ്. അങ്ങനെ ഞാനല്ലേ പറയട്ടെ, ശരിക്കും അണ്ണനാണ് പറയട്ടെ. എനിക്ക് അങ്ങനെ ചന്ദ്രന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ ശീലമില്ലല്ലോ. അതെ ഇത് ഓൾറെഡി എന്റെ അഭിപ്രായത്തിൽ പാസ്ഡാണ് ചന്ദ്ര. ചന്ദ്രന്റെ അഭിപ്രായം എന്താണ്? പാസ് ഞാൻ എഴുതിക്കോട്ടെ എടുത്തിരട്ടെ. കണ്ണാപ്പി എന്നാ പറയട്ടെ. സാധനം കൊള്ളാം, പക്ഷെ എന്തായാലും ഞാനൊരു സെക്കൻഡ് ടാസ്ക് കൂടെ തരുവാ. നമ്മള് പറയുന്നത് പരസ്പര ബന്ധമില്ലാതെ തിരിച്ച് സംസാരിക്കണം. ആ അത് ഞാൻ സർജറി കഴിഞ്ഞോ? അച്ഛനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. എന്തിനായിരുന്നു? ആ അച്ഛൻ നിക്കറിട്ട് പുറത്തോട്ട് പോയില്ല. ആ തെറ്റിപ്പോയില്ല. പോയി അവിടെ പോയില്ലേ? ഇല്ല ഇല്ല പോയി. അവിടെ പോയി. എന്തിനായിരുന്നു ചോദിച്ചപ്പോ അച്ഛൻ നിക്കറിട്ട് പുറത്തിറങ്ങിയെന്ന് ഓൾറെഡി പറഞ്ഞേ. ആ അച്ഛനെ പിരിച്ചു വാങ്ങാം ഈ ആഴ്ച തന്നെ. ഒരു ചാൻസ് തരാം. അയ്യോ വിശക്കുന്നല്ലോ. ബോബോയി ആരാ അതിന്റെ? നിക്കർ ഊരി പോകുന്നത് തിരിച്ചു കേട്ടില്ല. കണ്ടിട്ടുണ്ടല്ലോ വാസന്തിയെ. വാസന്തി ആരാ? ആഹാ ഇവിടെ വന്നു അച്ഛൻ. അച്ഛൻ വന്നോ? വീട്ടില്ല. ആ അച്ഛൻ പോവാണോ? പോയിട്ട് വാ. സുഖമല്ലേ നിനക്ക്? സാറേ അച്ഛന് ഫുഡ് വാങ്ങി കൊടുക്കണേ. അറസ്റ്റ് ചെയ്തതിന് കഴിച്ചില്ലേ? സുഖമല്ലേ നിനക്കെന്ന്? അച്ഛന്റെ കാര്യം നമ്മള് ചോദിച്ചില്ലല്ലോ. ആഹാ കയ്യിലൊക്കെ രോഗം വന്ന് മനുഷ്യനായി ഞാനത്. ലോറാപ്പി എന്താ പറയുന്നത്? ആഹാ ബൊട്ടയും ഉണ്ടല്ലോ. സുഖമല്ലേ നിനക്ക്? ആഹാ തല ഊരി വീണു. നീ പൈസ വന്നിട്ട് പൊക്കും. 342. കണ്ടുകണ്ടല്ലോ. അച്ഛനെ മാത്രം പിടിച്ചു വെച്ച് എന്തൊക്കെയോ റാൻഡ് പറഞ്ഞിട്ടൊക്കെ ഒരു രക്ഷയുണ്ട് കേട്ടോ അവര്. എവിടെ വില അച്ഛനല്ലേ ബാക്ക് ബോൺ 342. എത്ര വരുന്നത് അറിഞ്ഞു. 100,000 ലാഖിന് എല്ലാ അണലല്ലേ ഇത്? 73 കോടി. 73 കോടി. അതാ ഇത്രയും ഉണ്ടാക്കാൻ പറ്റിയല്ലോടാ. സ്വാധീനം ഇല്ലല്ലോടാ കണ്ണ് കാണാത്തോണ്ടേ. 73 കോടി തന്നെയല്ലേ വന്നത്? ടി വി കണ്ണാപ്പി 73 കോടി. പാസ്റ്റ്.